ഇപ്പോൾ മുഹമ്മദ് ഷമ്മാസ് കേസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ഷമ്മാസ്, ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നൊക്കെയാണ് പ്രോസിക്യൂഷൻ വാദം. ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ്. അല്ല, ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ കരിങ്കൊടി എങ്ങനെയാണ് ആയുധമാവുക എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നേരത്തെ തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ ആയുധം കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ കേസിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. വിചിത്രമായ പല വാദങ്ങളുമാണ് ഇതിന്റെ പേരിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രതികൾ വന്ന വാഹനം കണ്ടെത്തണം, അങ്ങനെ വ്യത്യസ്തമായ ഒരു തരത്തിലും ലോജിക് ഇല്ലാത്ത ചില വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KSUവിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ കൃത്യമായി വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനമാണ് പോലീസും സർക്കാരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പരമാവധി ദിവസം ഈ നാടകത്തിന് പുറത്ത് KSU നേതാക്കളെ ജയിലിൽ കടത്തണമെന്ന ഒരു കാര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം കസ്റ്റഡി അപേക്ഷയുടെ കാര്യം സൂചിപ്പിച്ചിട്ട് പോലും മറ്റന്നാൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കസ്റ്റഡി വേണമെന്ന രീതിയിലാണ് പോലീസ് ആവശ്യപ്പെടുന്നത്. എന്താണ് അതിന്റെ ലോജിക്ക് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടില്ല. പരമാവധി ദിവസം KSU നേതാക്കളെ ജയിലിൽ കിടത്തുക, ഇതിന്റെ പേരിൽ വേട്ടയാടുക എന്ന ആ ഒരു സമീപനത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. കൃത്യമായി കോടതിക്ക് പോലും ബോധ്യപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളല്ല പലപ്പോഴും പോലീസും കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ റിമാൻഡ് റിപ്പോർട്ടിലെ പൊരുത്തക്കേടും കസ്റ്റഡി അപേക്ഷയിലെയും ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള കാര്യങ്ങളിലൊക്കെ വിവിധ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും പൊരുത്തക്കേടും ഉണ്ട്. ആസൂത്രിതമായി 307 പഴയ IPC 307 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് ഒരു തരത്തിൽ പ്രതികൾക്ക് സെഷൻസ് കോടതിയിൽ നിന്നല്ലാതെ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നല്ലാതെ ജാമ്യം കിട്ടരുത് എന്ന കൃത്യമായ ആസൂത്രണത്തിന്റെയും ഗൂഢാലോചനയുടെയും ഫലമായി തന്നെയാണ് ഈ വകുപ്പുകൾ ഉൾപ്പെടെ എഫ്ഐആറിൽ ചേർത്തത്. അത് തന്നെയാണ് ഇപ്പോ ഈ കീഴ്ക്കോടതിയിൽ നമുക്ക് തിരിച്ചടിയായി നിലനിൽക്കും. തീർച്ചയായും സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ സമർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. ഒരു തരത്തിലും ഈ സർക്കാരിന്റെ CPIMന്റെ രാഷ്ട്രീയ തീരുമാനം അനുസരിച്ചുള്ള ഈ നടപടികൾ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. KSUവിന്റെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ പ്രസിഡന്റ് അതുൽ ഉൾപ്പെടെ ജില്ലാ ഭാരവാഹികളായ 4 പേർ ഈ ഇത്രയും സാമാന്യ രീതിയിൽ ഇത്രയും ജനകീയ ഒരു വിഷയം ഏറ്റെടുത്ത് ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരിക എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം കാണുന്ന ഒരു കാര്യമാണ്. മന്ത്രിയോട് ഉൾപ്പെടെയുള്ള പ്രതികരണം വന്നു. മന്ത്രിയുടെ പരിക്ക് ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് മന്ത്രിക്ക് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ട് മൊഴിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോടതിയിൽ പറഞ്ഞ മറ്റൊരു കാര്യം. എങ്ങനെയാണ് അത് നമുക്ക് കാണാൻ സാധിക്കുക? താങ്കൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടല്ലോ, മന്ത്രി തന്നെ ഒരു ചാനൽ അഭിമുഖം നൽകുന്നു, വിശദീകരിക്കുന്നു. അവിടെ മന്ത്രി പോലും ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു ആ ഇന്റർവ്യൂവിൽ പോലും മന്ത്രി പറയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ വാദങ്ങളൊക്കെ നിരത്തി പോലീസ് ഈ ജാമ്യത്തെ എതിർക്കുകയും പ്രോസിക്യൂഷൻ ഈ ജാമ്യത്തെ എതിർക്കുകയും KSU നേതാക്കളെ ജയിലിൽ തന്നെ തുടരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കിയൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ കേരളത്തിലെ പൊതുജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യമെങ്കിലും മിനിമം ഈ കാര്യങ്ങൾ ഫ്രെയിം ചെയ്ത് വിടുന്ന, തിരക്കഥ തയ്യാറാക്കി വിടുന്ന, ഇതനുസരിച്ച് മൊഴി നൽകുന്ന, ആ മൊഴി അനുസരിച്ച് FIR എടുക്കുന്ന പോലീസുകാർക്കും ബന്ധപ്പെട്ട ആളുകൾക്കും വേണമെന്നുള്ള കാര്യമാണ് ഇക്കാര്യത്തിൽ KSUവിന് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും ഞങ്ങളുടെ സഹപ്രവർത്തകരെ സംബന്ധിച്ച് ന്യായമായൊരു സമരത്തിന്റെ പ്രതിഷേധ സമരത്തിന്റെ പേരിൽ ഇങ്ങനെ വേട്ടയാടാനാണ് സർക്കാരും CPM ശ്രമിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ മന്ത്രി, ഞങ്ങൾ നേരത്തെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ രീതിയിലുള്ള ഒരു വേട്ടയാടൽ സമീപനം സ്വീകരിച്ചു പോയാൽ ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ തുടർ പ്രക്ഷോഭങ്ങളും കടുത്ത രീതിയിൽ തന്നെ ആയിരിക്കും. മന്ത്രി ഉൾപ്പെടെ ഇനി പുറത്തിറങ്ങി നടക്കണം എന്നുള്ള കാര്യം ഉൾപ്പെടെ KSU തീരുമാനിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വരുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി ഷമ്മാസ്, നന്ദി ഈ വാർത്തകൾ പ്രതികരിച്ചത്.